ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ 8ാമത്തെ ദിവസമാണ്. നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ആയിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും യേശുക്രിസ്തുവിൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ നിയോഗങ്ങളിൽ നിറയണമേ. ആമീൻ. ഉണ്ണി ഈശോയ്ക്ക് ഒരു സമ്മാനം. 8ാം ദിനം. ലൂക്ക 1-ാം അധ്യായം 35-ാം തിരുവചനം. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. സുകൃതജപം. എൻ്റെ ഉണ്ണി ഈശോയെ, നിന്റെ ശാന്തതയും എളിമയും എനിക്ക് തരേണമേ. പുണ്യപ്രവൃത്തി. പിണക്കങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുക. നിത്യസഹായ മാതാവേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തതയും ക്ഷമാശീലയുമാണല്ലോ. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. പിതാവായ ദൈവമേ, അവിടുത്തെ അറിയുക എന്നതാണല്ലോ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത. കർത്താവെ, അവിടുത്തെ അറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിനത്തിൽ അങ്ങയെപ്പറ്റിയുള്ള ചിന്തകളിൽ മുഴുകുവാനും പ്രാർത്ഥിക്കുവാനും കൃപ നൽകണമേ. അവിടുത്തെ വഴികളിൽ നിന്നും അകന്നു പോകുവാൻ അനുവദിക്കരുതേ. നാഥ, അവിടുത്തെ ശക്തി അറിയുവാനും അവിടുത്തെ പറ്റി പഠിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, കന്യകാമറിയമേ, ഞങ്ങൾക്ക് ഇന്നും എന്നും സമാധാനം അരുളുന്ന അമ്മേ, അങ്ങേ സുതൻ വഴിയായി ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ കനിയണമേ. അങ്ങേ വിലയേറിയ മാധ്യസ്ഥം ഞങ്ങൾക്ക് ശക്തിയും ശുഭമായ ഭാവിയിലേക്കുള്ള പ്രത്യാശയും നൽകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. സമാധാനം നഷ്ടമായ കുടുംബങ്ങളിൽ അമ്മ കടന്നു ചെല്ലണമേ. ഈശോയിൽ നിന്നും വേണ്ട കൃപകൾ അങ്ങേ മക്കൾക്കായി നേടിത്തരണമേ. അറിവില്ലാതെ ചെയ്തു പോയ പാപങ്ങൾ നിരവധിയാണ്. എങ്കിലും അവിടുത്തെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഓരോ ദിവസവും പുതിയ സ്നേഹത്തിലേക്ക്, ആശ്വാസത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണമേ. സന്തോഷം, സമാധാനം, സുരക്ഷിതത്വം എന്നിവ അനുഭവിച്ച് ഉത്തമരായി ജീവിക്കുവാൻ കൃപയേകണമേ. ജീവിതവുമായി പോരടിക്കുന്ന അവസരങ്ങളിൽ അമ്മ സഹായഹസ്തം നീട്ടണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ഉറവിടവും എൻ്റെ ശക്തിയുടെ ബലവും ആത്മാവിൻ്റെ സന്തോഷവുമായവളെ, ഓരോ പ്രഭാതത്തിലും അങ്ങേ കരുണയോടെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. അമ്മയുടെ വാത്സല്യവും കരുതലും സ്നേഹവും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പാതയെ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ നയിക്കണമേ.
പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങൾ ഒരുമിച്ച് അമ്മയുടെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധവും സ്നേഹവും നിറഞ്ഞതുമായ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. അങ്ങേ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങേ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ തെറ്റുകളും കുറവുകളും പോരായ്മകളും മൂലം ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അങ്ങയുടെ പുത്രനിൽ നിന്നും അങ്ങിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. മാതാവേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നുവന്ന് ഞങ്ങളെ അങ്ങയോട് ചേർത്ത് നിർത്തേണമേ. ഞങ്ങളുടെ ആവശ്യനേരത്തും ദുഃഖകരമായ സാഹചര്യങ്ങളിലും അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങളുടെ പാപനിമിത്തം ഞങ്ങൾക്കത് കാണുവാൻ സാധിച്ചില്ല. അമ്മേ മാതാവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് കാവലായി അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകണമേ. എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയും എൻ്റെ കുടുംബത്തിൻ്റെ ഗൃഹനാഥയും എൻ്റെ ഭവനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള അധികാരവും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു. അമ്മയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങ് എൻ്റെ ഭവനത്തിൽ വന്ന് ഭരണം നടത്തണമേ. ഇനി തെറ്റുകൾ ചെയ്ത് അങ്ങയെയും അങ്ങേ പുത്രനെയും വേദനിപ്പിക്കുവാൻ ഇടയാകത്തക്ക വിധം അമ്മ ഞങ്ങളെ നേർവഴിക്ക് നടത്തണമേ. ഞങ്ങൾ തെറ്റുകൾ ചെയ്യുവാൻ സാധ്യതയുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും അമ്മ പാടെ നീക്കിക്കളയണമേ. ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടാകുവാൻ അമ്മ അങ്ങയുടെ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും എല്ലാ ആപത്തുകളെയും ദൈവനാമത്തിൽ മറികടന്നു പോകുവാനുള്ള ശക്തി അമ്മ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ ഞങ്ങൾക്ക് നിറവേറ്റി തരണമേ. ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റിത്തരണമേ. ഞങ്ങളുടെ കഷ്ടകാല സമയത്ത് ഞങ്ങൾക്ക് താങ്ങായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അമ്മ ഞങ്ങൾക്ക് കൈത്താങ്ങായി കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും വിജയിക്കുവാനുള്ള ആത്മീയ വിശ്വാസവും പിന്തുണയും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളിലൂടെ അനേകം മക്കൾക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാനും അനേകം മക്കളെ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് അമ്മയോട് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ശക്തിയേറിയ അത്ഭുതം അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിത്തരണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങയുടെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ. ഞങ്ങൾക്ക് താങ്ങായി തണലായി അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, പലവിധ ദുഃഖത്തിൽ അകപ്പെട്ട് ഹൃദയവേദനയോടെ അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അമ്മ കൈവിടരുതേ. അമ്മ എപ്പോഴും ഞങ്ങളെ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഏറ്റവും നിർമ്മലയായ ദിവ്യകന്യകെ, ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കടന്നു വരുന്ന എല്ലാ തീരുമാനങ്ങളിലും അമ്മ എപ്പോഴും സാക്ഷിയാകണമേ.
ഈ പ്രാർത്ഥനയിലൂടെ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ ആവശ്യങ്ങളെയും വ്യക്തിപരമായി അമ്മയുടെ മുൻപിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അമ്മ ആശീർവദിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധ അമ്മേ, അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സർവശക്തൻ്റെ പാദപീഠത്തിൽ എത്തിക്കുമെന്ന് ആത്മവിശ്വാസത്തിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അമ്മയെ ഭരമേൽപ്പിക്കുന്നു. ഇവിടെ നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളിപ്പോൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങേ പുത്രനോട് പറഞ്ഞ് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ഓരോ ദിവസവും ദൈവത്തിലുള്ള വിശ്വാസത്തിലും അമ്മയിലുള്ള പ്രത്യാശയിലും ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രകടമായ ദൈവത്തിൻ്റെ അനന്തമായ നന്മയെയും ശക്തിയെയും കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരാണ്. അമ്മയുടെ മാധ്യസ്ഥത എൻ്റെ എളിയ പ്രാർത്ഥനയിൽ എന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാ വെല്ലുവിളികളെ നേരിടുവാനും എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി നേടുവാനുമുള്ള സഹായത്തിനായി ഞാൻ അമ്മയുടെ അടുക്കൽ താഴ്മയായി വന്നിരിക്കുന്നു. കാരുണ്യത്തിൻ്റെ അമ്മേ, സ്നേഹത്തിൻ്റെയും കരുണയുടെയും സ്രോതസ്സേ, എൻ്റെ അസ്തിത്വത്തെ അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വരണമേ. പ്രത്യേകമായി ഞങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹത്തിനായി അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതകൾ അമ്മ ഏറ്റെടുക്കണമേ. നിത്യസഹായ മാതാവേ, കടബാധ്യത മൂലം വേദനിക്കുന്നവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ഞങ്ങളെ ഓരോരുത്തരെയും കടബാധ്യതയിൽ നിന്നും അമ്മ മോചിപ്പിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിനു വേണ്ടി സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും അധികാരികൾക്ക് കീഴ്പ്പെട്ട് അനുസരണയുള്ളവരായി ജോലി ചെയ്ത് ജീവിക്കുവാനും അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു. ദൈവമാതാവേ, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ആരെയും പറ്റി തിന്മ പറയാതിരിക്കുവാനും എല്ലാവരോടും സൗമ്യമായി സംസാരിക്കുവാനും ഞങ്ങൾ ഓരോ മക്കൾക്കും ശക്തി നൽകണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ. ദൈവമാതാവേ, ഞങ്ങൾ അത്യധികം നിസ്സഹായരും ദുർബലരുമാണ്. അമ്മ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശക്തിയും ബലവും ഉണ്ട്. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ഓടിയെത്താനും സഹായം നൽകുവാനും ഞങ്ങൾ ചോദിക്കുന്നതിലും കൂടുതൽ നന്മകൾ ഈശോ മിശിഹ വഴി ചെയ്തു തരുവാനും എപ്പോഴും സദാ സന്നദ്ധയാണല്ലോ അങ്ങ്. അവിടുത്തെ സമൃദ്ധമായ കൃപകൾക്കായി ഇന്നും എന്നും ഞങ്ങൾ അമ്മയുടെ മുൻപിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. അമ്മയോട് സഹായം അപേക്ഷിച്ചവർ ആരും ഇന്നുവരെ നിരാശരായിട്ടില്ലല്ലോ. അങ്ങേ തിരുക്കുമാരൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ മാതാവേ, ഞങ്ങളുടെ നിയോഗങ്ങളിൽ മാധ്യസ്ഥം വഹിച്ച് എത്രയും വേഗം സാധ്യമാക്കി തരണമേ. ഏറ്റവും പരിശുദ്ധയും നിർമ്മലയുമായ വരപ്രസാദ മാതാവേ,
സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉത്തരം അരുളേണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും അനുഗ്രഹമാക്കി മാറ്റേണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ കണ്ണുനീർ അവിടുന്ന് കാണണമേ. ഇനിയും അമ്മയുടെ മക്കൾ കരയാൻ അവിടുന്ന് അനുവദിക്കരുതേ. കണ്ണുനീരിൻ്റെ ഉറവയായ ഈ സ്ഥലത്ത് നിന്ന് അമ്മയെ നോക്കി അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.